മാലാഖമാരല്ല, അവരും മനുഷ്യർ തന്നെയാണ്. കോട്ടയം കാരിത്താസ് ആശുപത്രിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടുത്തെ അവസ്ഥയും മറിച്ചല്ല കേട്ടോ. വർഷങ്ങളായി കേൾക്കുന്ന ശമ്പള വർധന അത് കേൾവി മാത്രമായി മാറുമ്പോൾ വലിയ ദുരിതമാണ് ഇവരെ തേടിയെത്തുന്നത്. ജോലിക്കൊത്ത വേതനവുമില്ല. ലഭിക്കുന്ന വേതനം കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയാത്ത അവസ്ഥയാണെന്നാണ് നഴ്സുമാർ പറയുന്നത്. അഖിൽ കൂടി ചേരുകയാണ്. അഖിൽ, പലയിടങ്ങളിലായി നഴ്സുമാരുടെ ദുരിതം നമ്മൾ കേൾക്കുകയായിരുന്നു. സ്വാഭാവികമായും കാരിത്താസ് ആശുപത്രിയിൽ നഴ്സുമാർക്ക് മറ്റൊന്നും ആകില്ല പറയാനുള്ളത്. പക്ഷെ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യം വ്യത്യസ്തമാണ്. പലരും വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. വിദ്യാഭ്യാസ ലോൺ തിരിച്ചടയ്ക്കാൻ പോലുള്ള ആവശ്യങ്ങൾക്ക് പണം തികയുന്നില്ല. നിത്യവൃത്തിക്ക് പണം തികയുന്നില്ല. അതാണ് നിലവിലെ സാഹചര്യം, അല്ലേ? തീർച്ചയായും വിനിത, അത് തന്നെയാണ്. അതായത് ഈ മാലാഖ എന്ന പേര് മാത്രമാണ്, പക്ഷേ മാലാഖമാർ എങ്ങനെ ജീവിക്കുന്നു അല്ലെങ്കിൽ അവരുടെ അവസ്ഥ എന്താണെന്ന് ആരും ചോദിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അവർ ഏറ്റവും പ്രധാനപ്പെട്ട പരാതി എന്ന് പറയുന്നത്. കാരണം ആവർത്തിച്ച് ഇത്തരം സംഭവം ഉണ്ടാകുന്നു. കുറേ വർഷങ്ങളായി അവർ കേൾക്കുന്നത് കേട്ട് മടുത്തു എന്നുള്ളതാണ്. ഇന്നുണ്ടാകും ശമ്പള വർധന, അല്ലെങ്കിൽ നാളെ ഉണ്ടാകുമെന്ന ആവശ്യമൊക്കെ കിട്ടും. പക്ഷേ അതിൽ നിന്നും ഒരു മാറ്റം ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ അതിൽ മുന്നോട്ട് ഒരു അവസ്ഥ ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഈ കേട്ട് മടുത്തത് കൊണ്ടാണ് നമ്മൾ ഇത്തരം ഒരു പ്രതീക്ഷയിലേക്കാണ്. ഞങ്ങൾ വർഷങ്ങളായി ഇപ്പം ഈ ശമ്പള വർധനവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ 7 വർഷക്കാലമായി ഞങ്ങൾ ഇതുമായിട്ട് കേസുമായിട്ട് നടക്കുവാണ്. അതൊരു തീരുമാനം ഇത്ര വർഷങ്ങളായിട്ട് ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ മാനേജ്മെൻറ്റിനും എടുക്കാൻ സാധ്യമായില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഓൾറെഡി ഇപ്പോൾ സമരത്തിലേക്ക് ഇപ്പം മുഴുവൻ ഹോസ്പിറ്റൽ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് ഒഴികെ ബാക്കിയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഒഴികെ ഞങ്ങൾ സമരത്തിലേക്ക് പോവുകയാണ്. പക്ഷേ നിങ്ങൾ ആഗ്രഹിച്ചതായിരിക്കില്ല ഈ സമരം, പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ് ശരിക്കും സത്യം. അത് പല തവണകളിലായി പല ചർച്ചകളിലും ഞങ്ങൾ ഇടപെട്ടു. പക്ഷേ അതൊന്നും ഒരു ഫലം കണ്ടില്ല. ഇത് വർഷങ്ങളായിട്ട് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോവുകയാണ് ഗവൺമെൻറ്. നമ്മൾ അവസാനം ഒരു ഘട്ടത്തിലേക്കാണ് സമരത്തിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ വന്നത്. പലരും ജീവിതം ഇപ്പോൾ കിട്ടുന്ന ശമ്പളം, ഇപ്പോൾ ഈ കിട്ടുന്ന പണം കൊണ്ട് ജീവിക്കാൻ കഴിയുന്ന സാഹചര്യമാണുള്ളത്. ഞങ്ങൾക്ക് മാന്യമായിട്ട്, അതായത് അർഹതപ്പെട്ട ഒരു ശമ്പളം നമ്മൾ ചോദിക്കുന്നുള്ളൂ. 1333 രൂപ ദിവസവേതനം മാത്രമേ നമ്മൾ ചോദിക്കുന്നുള്ളൂ. അത് എങ്കിലും കിട്ടാതെ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. നമുക്ക് അതിനുള്ളൊരു സാഹചര്യം ഒരുക്കി തരേണ്ടത് ഗവൺമെൻറ്റിൻ്റെ അതിനുവേണ്ടിയാണ് ഞങ്ങൾ പോരാടുന്നത്. പലരും ഈ കൂട്ടത്തിലൊക്കെ ലോൺ എടുത്ത് പഠിച്ചവരൊക്കെ ആയിരിക്കും. അവരൊക്കെ ബുദ്ധിമുട്ടാണ്. ഒരു നഴ്സിംഗ് പഠിച്ചിറങ്ങാൻ വേണ്ടി 10-12 ലക്ഷം രൂപ മുടക്കണ്ടേ? അപ്പം ഈ ലോണും അടച്ച് അല്ലെങ്കിൽ എത്രത്തോളം ഇവിടെ ജീവിക്കണമെങ്കിൽ എന്തെല്ലാം അവസ്ഥകളുണ്ട്. ഞങ്ങൾ കുടുംബമായിട്ട് കഴിയുന്നവർക്കും ഒരുപാട് ലോണുണ്ട്, കാര്യങ്ങളുണ്ട്. എല്ലാം തീർക്കാനും മാന്യമായ ഒരു ശമ്പളം അല്ലെങ്കിൽ അർഹതപ്പെട്ട ശമ്പളമേ നമ്മൾ ചോദിക്കുന്നുള്ളൂ. അതിനുവേണ്ടിയാണ് ഈ പോരാടേണ്ട വരുന്നത്. കൂട്ടത്തിൽ ലോൺ എടുത്ത് പഠിച്ചവരുണ്ടോ? ലോൺ എടുത്ത് അടയ്ക്കാൻ ബുദ്ധിമുട്ടായി പോകുന്നവരുണ്ടോ? എന്താണ് അവസ്ഥ ഇപ്പോൾ നിലവിൽ? എല്ലാവരും ലോൺ എടുത്ത് പഠിക്കുന്നവർ തന്നെയാണ്. അതിനുള്ള ദിവസം 1333 രൂപ അതിനുള്ള ഇതേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. ഇപ്പം ഞങ്ങൾക്ക് 800 രൂപയാണ് ഒരു ദിവസത്തെ വേതനം. ഒരുപാട് ദിവസം നിങ്ങൾ ഒരുപാട് കാര്യങ്ങളിലൂടെ ആയിരിക്കില്ലേ കടന്നു പോകണ്ട? കാരണം വരുന്ന ആളുകളുടെ പെരുമാറ്റം അതെല്ലാം താണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ഒരു പ്രഷറുകൾ ഉണ്ട്. അതിന് പുറമെ ശമ്പളം പോലാന്ന് വലിയ ബുദ്ധിമുട്ടാവുന്നില്ല? അതെ, ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾക്കിപ്പം. കാരണം എല്ലാത്തിനും നാട്ടിലാണെങ്കിലും എല്ലാ സാധനങ്ങൾക്കും വില കൂടുതലാണ്. അതിനുള്ള പൈസ ഞങ്ങൾക്കും ഇതിന്ന് ഈ ഒരു ജോലി കിട്ടുന്നില്ല. അതാണ് വേതന വർധനയുൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ സ്വകാര്യ ആശുപത്രികളിലെ